ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, വീക്കെൻഡായിട്ട്. ഇന്ന് ഞാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫണ്ടമെൻ്റലി വലിയ തിരക്കേടില്ലാത്ത എന്നാൽ റിട്ടേൺസ് ഫ്യൂച്ചറിൽ കിട്ടാൻ താല്പര്യമുള്ള സ്റ്റോക്സിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ഒരിക്കലും 1 മാസം 2 മാസം അങ്ങനെ കൺസിഡർ ചെയ്തെടുക്കുന്ന സ്റ്റോക്കുകളല്ല. ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് പതുക്കെയാണ്. കാര്യം അതിൻ്റെ മാർക്കറ്റ് ഡിപ്പ് തരുമ്പോൾ, സ്റ്റോക്ക് ഇടിയുമ്പോൾ മാത്രമേ ആഡ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ ഇങ്ങനത്തെ സ്റ്റോക്സ്. അങ്ങനത്തെ ഒരു കമ്പനികളുടെ ലിസ്റ്റാണ്. അതായത് നമുക്കിപ്പം ഒരു ഇൻവെസ്റ്റ് ചെയ്ത് 2 to 8 years വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ കാലിബറുള്ള ആളുകൾ മാത്രം വാങ്ങുന്ന സ്റ്റോക്സാണ്. അതായത് ഞാനിപ്പോൾ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 2 to 8 years ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പം ഇത് എൻ്റെ റിസ്ക് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു സ്റ്റോക്ക് സജഷൻ ഒന്നുമല്ല. ടോട്ടലി എൻ്റെ റിസ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന കമ്പനികൾ ആൻഡ് അതിൻ്റെ ലോജിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവും. നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ഈ കമ്പനിയെ സിംപ്ലി ഞാൻ വിലയിരുത്തിയ രീതിയും അതിൻ്റെ ടെക്നിക്കൽസും ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്. ആൻഡ് വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇപ്പം നമുക്കിപ്പോൾ അല്ലാത്ത വലിയ ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അത് ബോറാക്കി കളയുന്നില്ല. ജസ്റ്റ് ഈ കമ്പനികളുടെ പേരും അതിൻ്റെ ഫണ്ടമെൻ്റൽസിലെ ചെറിയ കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിട്ട് പോവാം. ആൻഡ് വീണ്ടും പറയാണ്, ഇതൊരു സ്റ്റോക്ക് സജഷൻ അല്ല. ഞാൻ എൻ്റെ റിസ്കിൽ വാങ്ങുന്ന സ്റ്റോക്കുകൾ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഹരിയോം പൈപ്പാണ്. നിങ്ങൾ ഇതിൻ്റെ വീക്ക്ലി ചാർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഹരിയോം പൈപ്പിൻ്റെ വീക്ക്ലി ചാർട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ റൈറ്റിങ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇത് രണ്ടും ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള കുറച്ച് ഫണ്ടമെൻ്റലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതറിയാതെ ഞാൻ ഈ സ്റ്റോക്കിൽ എടുത്ത് ചാടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാനിവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെന്ന് ഞാൻ വിശദീകരിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി ആയിട്ടുള്ള ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 കോളങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് റെഡ് ലൈൻസും ഒന്ന് ഗ്രീൻ ലൈൻസും. മീൻസ് റൈറ്റിങ്സ് ആണ്. ഒന്ന് റെഡായിട്ട് ഒന്ന് ഗ്രീൻ ആയിട്ടാണ്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിന് നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഞാൻ ഈ സ്റ്റോക്കിൽ കാണുന്ന പോസിറ്റീവ്സാണ്. അതാണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ്. ഓക്കെ. അപ്പം ഹരിയോം പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈപ്പ് ഇൻഡസ്ട്രീസിൽ വരുന്ന ഒരു കമ്പനിയാണ്. സ്റ്റീൽ കമ്പനീസാണ്. ഓക്കെ. ഈ കമ്പനിയുടെ നെഗറ്റീവ് തന്നെ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഇതൊരു സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണ്. അതായത് മാർക്കറ്റിലെ കൊമോഡിറ്റിയിലുള്ള പ്രൈസുകളുടെ വേരിയേഷൻസ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ വരെ ബാധിക്കും. അതും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു സ്പേസാണ് ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഉള്ള മേഖല എന്ന് പറയുന്നത്. ഒരുപാട് സിമിലർ ആയിട്ടുള്ള കമ്പനീസും ഒരുപാട് ബെറ്റർ കമ്പനീസും ഈ മേഖലയിൽ ഉണ്ട്. ബട്ട് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഫണ്ടമെൻ്റലി കുറച്ചുകൂടെ വാല്യുവേഷൻ ഇതിൽ ഗ്രേറ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുത്തത്. അവൻ്റെ ഈ ഒരു ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന മേഖല ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇൻഫ്രയിലോ റിയൽ എസ്റ്റേറ്റിലോ വരുന്ന ഏത് ഏറ്റക്കുറിച്ചിലുകൾ, അതായത് അവിടെ വരുന്ന നെഗറ്റീവ്സ് എല്ലാം ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയെയും ബാധിക്കും. സോ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കമ്പനിയാണ്. ബട്ട് ഞാൻ ഇതിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ സിമിലർലിയുള്ള കമ്പനികൾ നോക്കുമ്പോൾ എനിക്കിതിലൊരു തൃപ്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് തിരഞ്ഞെടുത്തത്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുവായ ഒരു എന്താ പറയുക പോളിസിയാണ് ഭാരത്മാല പ്രൊജക്റ്റ് ആൻഡ് PMA റെയിൽവേസ് തുടങ്ങിയ എല്ലാത്തിലും കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ, വാട്ടർവേസ്, ഇൻലാൻഡ് വാട്ടർവേസ് അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിലേക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് വരുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഒരു എന്താ പറയുക പ്രോഫിറ്റ് നേടുന്ന കമ്പനികളിലൊന്നായിരിക്കും ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. ആൻഡ് ഡിമാൻഡ് ഉണ്ട്. എന്തിനാണ്? അഫോർഡബിൾ ഹൗസിംഗ് ആൻഡ് റൂറൽ കൺസ്ട്രക്ഷൻ. അതായത് നമുക്ക് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ്ങിനും പിന്നെ റൂറൽ ഏരിയാസിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലകളിലുള്ള നിലവിലുള്ള ഡിമാൻഡും വരുന്ന വർഷങ്ങളിൽ ആ ഡിമാൻഡ് നിലനിൽക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ നിലവിലുണ്ട് ഡ്യൂ ടു China+1 സ്ട്രാറ്റജി. ചൈനയെ മാറ്റി നിർത്തി നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ട് പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഹരിയോം പൈപ്പ് എന്ന കമ്പനിക്കും അതിൻ്റേതായ ലാഭം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ എക്സ്പാൻഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അക്രോസ് ഇന്ത്യ. ഇത് ഇന്ത്യയിലെ ടോട്ടലി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എക്സ്പാൻഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്നിക്കലി 2 വശങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം. ഓക്കെ. ഇപ്പോൾ 2 to 8 years ഞാൻ ഹോൾഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു 2 ടാർഗറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. 657 and 892 ആണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ നമുക്കിൻ്റെ ടെക്നിക്കലി ഈ ചാർട്ടിലേക്ക് ഒന്ന് പോയി കളയാം. നിങ്ങൾ നോക്കിയേ,
കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഞാൻ വീക്ക്ലി ചാർട്ടാണ് ഇട്ടേക്കുന്നത്. 1-2 കൊല്ലമായിട്ട് ഈ ഒരു പൈപ്പ് ഇൻഡസ്ട്രീസ് കുറച്ച് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 886 ആണ്. ആൻഡ് അതിൻ്റെ സെല്ലിംഗ് പ്രഷർ വന്ന് മോസ്റ്റ്ലി ഒരു 340 റേഞ്ച് വരെ മാർക്കറ്റ് ഇതിനെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ടോട്ടൽ ഡൗൺ സൈഡ് ആയിരുന്നു ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് നേരിട്ടത്. ആൻഡ് നമുക്കിവിടെ കാണാം, കഴിഞ്ഞ ഒരു വീക്കിലെ വോളിയം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സ്ട്രോങ് വോളിയം മാർക്കറ്റ് ഉണ്ട്. അതായത് ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് ബയർ ഇൻട്രസ്റ്റ് കഴിഞ്ഞ 1-2 വീക്സ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഡേ ചാർട്ടിലേക്ക് ഞാൻ പോയി കളയാം. ഇപ്പോൾ ഇവിടുത്തെ ഡേ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ബ്ലോക്ക് ചെയ്ത് നിന്ന ഒരു റെസിസ്റ്റൻസ് ഇതാണ് 441 റേഞ്ചിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് റെസിസ്റ്റൻസ് എടുക്കുമായിരുന്നു. ആൻഡ് ഇപ്പോൾ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു ആൻഡ് ആ സോണിലേക്ക് റീടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എവിടെയായിരിക്കും സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുകയെന്ന് ചോദിച്ചാൽ ഡൗൺ സൈഡ് വരുമ്പോൾ മാത്രമേ വാങ്ങാൻ ശ്രമിക്കത്തുള്ളൂ. കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള വർഷങ്ങൾ ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് മുകളിലോട്ട് പോകുന്നതാണ്. കാര്യം ഈ 1-2 കൊല്ലത്തെ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ട്. സോ ഞാൻ ഈ ഉടനെ മാർക്കറ്റ് പ്രൈസിൽ കയറി വാങ്ങുകയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഈ ഒരു മേഖലയിൽ ഒരു റീടെസ്റ്റ് ഏരിയ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങാൻ ശ്രമിക്കുന്ന മേഖല, ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് വാങ്ങാൻ ശ്രമിക്കുന്ന മേഖല ഈ സോണായിരിക്കും. ഈ 2 സോണിലേക്കും വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ കണ്ട ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി വാങ്ങാൻ ശ്രമിക്കും. ഓക്കെ, ഇത് രണ്ടാണ് എൻ്റെ ബൈ ലെവൽസ് ഞാൻ വരച്ചിട്ടേക്കുന്നത്. 367 ആൻഡ് 441 എന്ന റേഞ്ചിലേക്ക് ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസ് വരുമ്പോഴായിരിക്കും ഞാൻ വാങ്ങാൻ ശ്രമിക്കുക. ആൻഡ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 657 ആൻഡ് 892 എന്നായിരിക്കും ഇതിൻ്റെ ഹൈ. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹൈ വരേക്കും ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അത് എത്ര കൊല്ലം ആവാം, മേ ബി 2 ഇയേഴ്സ് ആവാം, മേ ബി 6 ഇയേഴ്സ് ആവാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 1 ഇയറിനുള്ളിൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ കയറിയെന്നിരിക്കാം. അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയത്തില്ല, മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആൻഡ് എവിടെയായിരിക്കും ഞാൻ വാങ്ങുന്നത് ഡിപ്പിലായിരിക്കും. ഉടനെ മാർക്കറ്റ് പ്രൈസിൽ ചാടിക്കയറി വാങ്ങുകയല്ല ചെയ്യാൻ പോകുന്നത്. ഐ വിൽ വെയിറ്റ് ഫോർ എ മാർക്കറ്റ് ഡിപ്പ്. ഓക്കെ, ആൻഡ് ഡിമാൻഡ് ഏരിയകളിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് വ്യക്തമായെന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത സ്റ്റോക്കിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് രാജേഷ് പവർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതൊരു സ്ട്രോങ് കമ്പനിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം നമുക്കിതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും കമ്പനിയിൽ ഞാൻ കണ്ട കാര്യം ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രാജേഷ് പവർ സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 90% റവന്യൂ വരുന്നത് ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റിൽ നിന്നാണ്. അതായത് ഈ ഗുജറാത്തിലാണ് ഇവിടെ മോസ്റ്റ്ലി ഉള്ള രാജേഷ് പവർ എന്ന കമ്പനിയുടെ പ്രസൻസ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് അവിടെ നടക്കുന്ന വൾണറബിലിറ്റീസിൽ, അതായത് സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബഡ്ജറ്റിലെ ചേഞ്ചുകൾ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ പോളിസിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം രാജേഷ് പവർ സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിയും നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്, ഇതിൽ കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിലൂടെയാണ് ഇവർ ഓർഡേഴ്സ് പിടിക്കുന്നത്. സോ അതിൻ്റേതായ ചെറിയ ലോ മാർജിൻസിലൊക്കെ ആയിരിക്കും രാജേഷ് പവർ എന്ന കമ്പനി ഇത് ചെയ്യുക, അവർ ബിഡിങ് എല്ലാം നടത്തുക. സോ പുതിയ ഏരിയകളിലേക്കൊക്കെ പോകാനുള്ള ഓപ്പറേഷണലായിട്ടുള്ള ചലഞ്ചസും അവർക്കുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ EPC പ്രൊജക്ട്സ് ടു ഇൻവോൾവ് ലോങ് എക്സിക്യൂഷൻ പീരീഡ്സ് ആൻഡ് കോസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് ഡിലേഡ് പേയ്മെൻറ്റ്സ്. പിന്നെ പറയാമല്ലോ, ഇത് സർക്കാരിൻ്റെ ഓർഡേഴ്സാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫണ്ട് കിട്ടാനുള്ള കാലതാമസം ഉണ്ടാവും, കോസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ആൻഡ് പേയ്മെൻറ്റ് കിട്ടാനുള്ള അതായത് ഇവർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ പേയ്മെൻറ്റ് കിട്ടുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് സർക്കാരിൻ്റെ പ്രൊജക്ട്സാണ് അവർ ഏറ്റവും കൂടുതൽ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്ട്രെയിനിങ് ക്യാഷ് ഫ്ലോ, ഇതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാഷ് ഫ്ലോയെ ബാധിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു പേയ്മെൻറ്റ് കിട്ടാനുള്ള ഡിലേ കാരണം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു BSE SME പ്ലാറ്റ്ഫോമിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ലോട്ട് കണക്കിനെ വാങ്ങാൻ കഴിയത്തുള്ളൂ. ഈ സ്റ്റോക്ക് മേ ബി നമ്മൾ സിംഗിൾ സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ 2 സ്റ്റോക്കായിട്ടോ വാങ്ങാൻ കഴിയത്തില്ല. സോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ലോട്ട് കണക്കിനെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പം കുറവാകാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരായ ആളുകൾ വാങ്ങാൻ സാധ്യത കുറവാണ്. കാര്യം റിസ്ക്കിയാണ്. കാര്യം ഒരുപാട് കാശിൻ്റെ എക്സ്പോഷർ വരാൻ പറ്റും. മേ ബി നല്ലൊരു എമൗണ്ട് 1000 ക്വാണ്ടിറ്റിയെ നമുക്ക് ഈ രാജേഷ് പവർ സർവീസ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങാൻ കഴിയുള്ളൂ. കാര്യം BSE SMEയിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് 1-2 സ്റ്റോക്കായിട്ട് വാങ്ങാൻ കഴിയത്തില്ല. സോ ഒരുപാട് ഫണ്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു കമ്പനി വാങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റർ പ്രസൻസും കുറവായിരിക്കും. ബട്ട് ഞാൻ ടെക്നിക്കലി ഈ സ്റ്റോക്ക് അപ്പ് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 1818 ആൻഡ് 2199 2200 ഈ ഒരു റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എൻ്റെ നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്
1344 ആണ്. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് കൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് പോകാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗുഡ് റവന്യൂ ഗ്രോത്ത് ആണ് ആൻഡ് റോബസ്റ്റ് ഓർഡർ ബുക്ക്. ഇവിടെ ഓർഡർ ബുക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. 2 വീക്സ് മുന്നേ ഇവർക്ക് നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗുഡ് റവന്യൂ ഗ്രോത്ത് ആണ് ഇവർ കാണിക്കുന്നത്. ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കോൺട്രാക്ട്സ് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. സോ അത് തന്നെ അവരെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് എക്സ്പാൻഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ, ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കേബിളിങ്ങും ആൻഡ് ഹൈ വോൾട്ടേജ് EPCൻ്റെ ഇൻസ്റ്റാളേഷനാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് മേഖല. ഓക്കെ, ഇപ്പോൾ രാജേഷ് പവർ എന്നുള്ള കമ്പനിയാണ് ഞാനിവിടെ പറഞ്ഞത്. ആൻഡ് ഞാൻ എവിടെയൊക്കെ ഈ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുമെന്ന് ചോദിച്ചാൽ ഡൗൺ സൈഡിലായിരിക്കും വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് ഹൈ പ്രൈസ് നിൽക്കുകയാണ് ആൻഡ് മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ നോക്കാം 1272 എന്നുള്ള റേഞ്ചോ ഈ ഒരു റേഞ്ചിലേക്ക് താഴെ വന്നിട്ട് ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ കാണിച്ച് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കും. സ്റ്റോക്കിൻ്റെ പേര് രാജേഷ് പവർ സർവീസസ്. ഓക്കെ, അടുത്ത സ്റ്റോക്കിൻ്റെ പേര് ചമൻലാൽ സേഠിയ എക്സ്പോർട്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് കുറച്ചധികം റിസ്ക്കി ആയിട്ടുള്ള കമ്പനിയാണ്. ആൻഡ് റിസ്ക്കി ആയിട്ടെന്ന് പറയാൻ കാര്യം ഞാൻ ഇതിൻ്റെ കമ്പനിയെ പറ്റി ഒന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, മഹാറാണി എന്ന് പറഞ്ഞ ബസുമതി റൈസ് ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസുമതി റൈസ് ബ്രാൻഡുകളിലൊന്നാണ്. മീൻസ് റൈസ് ബ്രാൻഡിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിലൊന്നാണ് ചമൻലാൽ സേഠിയ എക്സ്പോർട്സ് എന്ന കമ്പനി. ആൻഡ് ഇതിന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 341 ആണ്. ഇപ്പോൾ ഒരു ബെയറിഷ് പ്രൈസ് ആക്ഷനാണ് നിലവിൽ കാണിക്കുന്നത്. ബട്ട് കുറച്ചധികം റിസ്ക്കിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റോക്ക്. ബട്ട് ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്പോർട്ട് ഡിമാൻഡ് ആൻഡ് ഫോറക്സ് USD INR ഫ്ലക്ച്വേഷൻസ്. നാണയങ്ങളുടെ നിരക്കുണ്ടല്ലോ, USD INR ഫ്ലക്ച്വേഷൻസിൻ്റെയും ഫോറക്സിൻ്റെയൊക്കെ നിരക്കുകൾ കാരണം ഇതിലൊരു എന്താ പറയുക, പ്രൈസിൻ്റെ ഇവരുടെ കമ്പനിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോറക്സ് റെഗുലേഷൻസ് എല്ലാം ഈ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഡിമാൻഡ് ആൻഡ് ഫോറക്സ് റെഗുലേഷൻസ് എല്ലാം ഈ കമ്പനിയെ ബാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബസുമതി റൈസിൻ്റെ ഹൈ എക്സ്പോർട്ടാണ് ഇവരുടെ ചെയ്യുന്ന ബിസിനസ്. ആൻഡ് അരി ബിസിനസ്സാണ്, ബേസിക്കലി അരിയുടെ ബിസിനസ്സാണ്. ആൻഡ് രാജ്യത്ത് നടക്കുന്ന മൺസൂൺ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ക്ലൈമറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളെല്ലാം ഇവരുടെ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സെൻസിറ്റീവാണ് ആ ഒരു കേസുകളിൽ. നമ്മുടെ ക്ലൈമറ്റിക് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കമ്പനിയെ ബാധിക്കും. പിന്നെ മാർജിൻ പ്രഷർ ഡ്യൂ ടു ഗ്ലോബൽ കോമ്പറ്റീഷൻ ആൻഡ് ഫ്രൈറ്റ് കോസ്റ്റ്. അതായത് ഗ്ലോബൽ കോമ്പറ്റീഷൻ ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഫ്രൈറ്റ് കോസ്റ്റ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റുകളും ഈ ഒരു കമ്പനിയുടെ കേസിൽ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ആഗ്രോ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ബാൻസോ റെഗുലേഷൻ ക്യാൻ എഫക്റ്റ് ആണ്. നമുക്കറിയാം പല രാജ്യങ്ങളും സമയങ്ങളിൽ ഇടക്കാലത്ത് ഇപ്പോൾ നമ്മൾ US പറയും. ഇപ്പോൾ US പറയാൻ ട്രംപ് താരിഫ് ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ്. റൈസിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടുകളുടെയൊക്കെ കാര്യത്തിൽ താരിഫ് ഇടുകയാണെന്ന് പറയുകയാണ്. അഗ്രികൾച്ചർ എക്സ്പോർട്ട്സിൽ താരിഫ് ഇടുകയാണെന്ന് പറയുകയാണ്. അങ്ങനത്തെ എല്ലാ ലൈറ്റ്ലി ആയിട്ടുള്ള മൊമെൻറ്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കമ്പനിയെ ബാധിക്കും. സോ കുറച്ചധികം റിസ്ക്കിയാണ്. ആൻഡ് ഇതിന് കമ്പനിയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ഫ്രീ ആണ് ആൻഡ് നിയർ ടു ഡെപ്റ്റ് ഫ്രീ. മോസ്റ്റ്ലി അവർ കടങ്ങളെല്ലാം തീർത്തിട്ട് വരികയാണ്. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. സ്ട്രോങ് എക്സ്പോർട്ട് ബ്രാൻഡാണ് ആൻഡ് സ്റ്റേബിൾ ഡിമാൻഡും ഉണ്ട്. ഈ ബസുമതി റൈസിനൊക്കെ ഉള്ള ഡിമാൻഡ് മാർക്കറ്റിൽ ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കമ്പനിയിലുള്ള ഹൈ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഇവർ കമ്പനിയുടെ ഓണേഴ്സ് തന്നെ മാക്സിമം സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ ഷെയർസ് വാങ്ങുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ എവിടെ സ്റ്റോക്ക് വാങ്ങാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഈ ഒരു റേഞ്ച് സ്ട്രോങ് ഏരിയയാണ്. ഓക്കെ, ഇതാ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് സ്ട്രോങ് ഏരിയയാണ്. ഇത് ഹോൾഡ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് 240 ഈ റേഞ്ച് വന്ന ഈ സ്റ്റോക്ക് വാങ്ങാൻ നല്ലൊരു റേഞ്ച് ആയിരിക്കും. ഇവിടെ നിന്നൊരു ബുള്ളിഷ് മൊമെൻറ്റം വന്ന ഈ ഒരു സപ്പോർട്ട്, ഈ ഗ്രീൻ സോണിൽ വന്ന ഈ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് 735 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് ഒരു 2 to 3 ഇയേഴ്സിൽ പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ 2000 വരെയൊക്കെ ഭാവിയിൽ മേ ബി ഒരു 5 to 6 ഇയേഴ്സിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യും. ബട്ട് അതിന് ടൈം എടുക്കും. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കാവൂ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡാണ്. നമുക്കറിയാം ഫിനാൻസിങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടേക്കുന്നത് ആദ്യമേ പറഞ്ഞേക്കാം 490 to 500 റേഞ്ചിലാണ് ഞാൻ ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ടാർഗറ്റ് ഇട്ടേക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 269 ആണ്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ആദിത്യ ബിർള ക്യാപിറ്റൽ ഇൻഷുറൻസ് ആൻഡ് മറ്റ് ഫിനാൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവർക്ക് ഒറ്റ സെഗ്മെൻറ്റിലല്ല പല സെഗ്മെൻറ്റ്സിലും ഇവർക്ക് ഉണ്ട്, എന്താ പറയുക, പ്രസൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം. ഡൈവേഴ്സിഫൈഡ് ആണ് ഇവരുടെ ബിസിനസ്.
പിന്നെ ലോൺ ബുക്ക്, കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഇൻ ലോൺ ബുക്ക് ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് കിട്ടുന്ന, അതായത് ഇൻഷുറൻസ് മേഖലയിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്, ആദിത്യ ബിർള ക്യാപിറ്റൽ. അത് സ്ട്രോങ് ഗ്രോത്ത് ഉണ്ട് ആൻഡ് അവരുടെ ലോൺ ബുക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് ഇറ്റ്സ് ഗ്രോയിങ്. ആൻഡ് ബാക്ക്ഡ് ബൈ റെപ്യൂട്ടഡ് പ്രൊമോട്ടർ ഗ്രൂപ്പ് ആദിത്യ ബിർള. ആദിത്യ ബിർള എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബാക്കപ്പ്. ഓക്കെ, പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ്സിൽ വേറൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യം, ആൻഡ് ഇവരുടെ പ്രോഫിറ്റ് മാർജിൻസ് വളരെ കൂടുതലാണ് ആൻഡ് റിട്ടേൺ റേഷ്യോസും വളരെ കൂടുതലാണ്. നമുക്കിനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്സ്, ഈ കമ്പനിയുടെ നെഗറ്റീവ് സൈഡ്സ് നോക്കാനാണെങ്കിൽ, നെഗറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കുണ്ടാവാവുന്ന ഈ ഒരു കമ്പനി 1-2 കൊല്ലം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാവുന്ന ഇഷ്യൂസ്, അത്രയേ ഉള്ളൂ നെഗറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ആൻഡ് എഫക്ട്സ് ലെൻഡിങ് മാർജിൻസ്. ഓക്കെ, ഹൈ കോമ്പറ്റീഷൻ ആൻഡ് AMC ആൻഡ് NBFC സെക്ടേഴ്സ്. നമുക്കറിയാം ഈ ഒരു മേഖല, ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് മേഖലകളിലെ വലിയ രീതിയിലുള്ള എന്താ പറയുക കോമ്പറ്റീഷൻ, ഒരുപാട് സിമിലർ ബേസ്ഡ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, അതായത് NBFC ഓപ്പറേഷനിലെ സർക്കാരിൻ്റെ ഓരോ റെഗുലേഷൻസും ഈ ഒരു കമ്പനിയെ ബാധിക്കും, അല്ലെങ്കിൽ RBIയുടെ ഈ ലോണിങ് സെക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികളും ഡയറക്റ്റായിട്ട് ഈ കമ്പനിയെ ബാധിക്കും. ഓക്കെ, ആൻഡ് എക്സ്പോഷർ ടു മാർക്കറ്റ് വോളറ്റിലിറ്റി ടു AMC ആൻഡ് ഇൻഷുറൻസ്. അതാണ് കാര്യം, മാർക്കറ്റ് വോളറ്റിലിറ്റിയിലോട്ടുള്ള കൂടുതൽ എക്സ്പോഷറുള്ള കമ്പനിയാണ്. കാര്യം ബാങ്കിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ അതിൻ്റേതായ എക്സ്പോഷർ ഇതിനുണ്ട്. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഡേ ചാർട്ട് ഒന്ന് നോക്കാം. ഡേ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം ഈ കമ്പനി ഇതാ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് എവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്ന 280 റേഞ്ചിൽ നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. നമുക്ക് ഈ സ്റ്റോക്ക് ഞാനിവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്ന സോൺസ് വ്യക്തമാക്കുകയാണ്. ഞാൻ കറക്റ്റ്ലി ഈ സ്റ്റോക്സ് വാങ്ങാൻ പോകുന്ന റേഞ്ച് 240 റേഞ്ചിൽ വന്നാൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കും. ആൻഡ് സെക്കൻഡ് റേഞ്ച് 220 to 230 റേഞ്ച്, ആൻഡ് 220 to 230 റേഞ്ച്, ഈ റേഞ്ചിൽ വന്നാൽ ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്ത് എൻ്റെ ടാർഗറ്റ് വയ്ക്കാൻ പോകുന്നത് 490 to 500 ഈ ഒരു റേഞ്ചിലേക്ക്, 490 to 500 ഈ റേഞ്ചിലേക്ക് വാങ്ങാൻ ശ്രമിക്കും. മൾട്ടി ബാഗ് റിട്ടേൺസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്കാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തു ചാടി ഉടനെ കയറി മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാനല്ല പോകുന്നത്, ഞാൻ വെയിറ്റ് ചെയ്ത് ഡിപ്പിലായിരിക്കും വാങ്ങാൻ ശ്രമിക്കുന്നത്. കാര്യം ഇത് ഞാൻ ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കാണ്, 2 to 8 years. സോ അതിൻ്റേതായ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രമേ ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കാവൂ. ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് ഈ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് പഠിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. ഓക്കെ, ഇത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ വാങ്ങാൻ പോകുന്ന ലെവൽസ് എന്ന് പറയുന്ന ഈ കമ്പനികളെല്ലാം ഇനി ഇടിഞ്ഞു താന്ന് ഞാൻ പറയുന്ന ലെവൽസിൽ വരുമ്പോൾ മാത്രമേ ആഡ് ഓൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലോങ് ടേം സ്റ്റോക്കിൻ്റെ സീരീസിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇത്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ 2-3 ഭാഗങ്ങളായിട്ട് നല്ല നല്ല കമ്പനികളെക്കുറിച്ച് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.